നടത്തുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നമുക്കൊപ്പം ശ്രീ എം.എസ്. വേണുഗോപാൽ കൂടി ചേരുകയാണ്. ശ്രീ എം.എസ്. വേണുഗോപാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആയിരുന്നു ട്രംപിന്റെ എതിരാളി. അത് നമ്മൾ ഉറ്റുനോക്കിയിരുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിപ്പോൾ ഇന്ത്യൻ വംശജരായ 3 പേരുടെ വൻ വിജയം അത് ട്രംപിനേറ്റ വലിയൊരു പ്രഹരമായി കൂടി മാറുന്നതാണ് കാണുന്നത്. മംദാനിയുടെ വിജയം ട്രംപുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയാം. ട്രംപ് സ്ഥാനാർത്ഥിയായിരുന്നില്ല എന്നതേ ഉള്ളൂ. പക്ഷേ ട്രംപുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് മംദാനി ന്യൂയോർക്ക് സിറ്റിയിൽ നടത്തിയിരിക്കുന്നത്. ഗിസാലെ ആയാലും ഒപ്പം തന്നെ അഫ്താബ് പുരേവാല ആയാലും അതുപോലെ ഇന്ത്യൻ വംശജരാണ്. 3 മുസ്ലിം മതസ്ഥരാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ്? ഇന്ത്യൻ വംശജർക്ക് അവിടെ കിട്ടുന്ന ഈ അംഗീകാരം എന്നത് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ്. തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, കുടിയേറ്റ വിരുദ്ധ നടപടിക്കുള്ള ഒരു വൻ പ്രഹരമാണ് സൊഹ്റാൻ മംദാനി എന്ന 34-കാരൻ റാപ്പ് മ്യൂസീഷ്യൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ട്രംപ് അഹങ്കരിച്ച് ലോകത്തിന്റെ മുഴുവൻ നെറുകയിൽ നിന്നിട്ട് പഴത്തൊല്ലി ചവിട്ടി വീണ പോലത്തെ ഒരു അവസ്ഥയാണിന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ അദ്ദേഹത്തിനുണ്ടായ പതനം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കാർട്ടിസ് ലിവയെ മാറ്റിയപ്പോൾ പണച്ചാക്കുകളുടെ പ്രതിനിധിയായ ആൻഡ്രൂ കുമോ ജയിക്കുമെന്നാണ് അവരെല്ലാം പ്രതീക്ഷിച്ചത്. ആൻഡ്രൂ കുമോന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ദയനീയ പരാജയമുണ്ടാവുകയും സൊഹ്റാന്റെ വിജയം, ശരിക്ക് മംദാനിക്ക് ഇത്ര വലിയൊരു വിജയം കിട്ടുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് 50% മേൽ വോട്ട് കിട്ടി എന്ന് മാത്രമല്ല, അദ്ദേഹം അവരുടെ ന്യൂയോർക്ക് സിറ്റിയിലെ സാധാരണക്കാരന്റെ ഒരു ആരാധനാ പുരുഷനായി മാറി. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇമിഗ്രേഷൻ നയം, ട്രംപിന്റെ ഇമിഗ്രേഷൻ നയം ഒട്ടും ശരിയല്ല, അത് അമേരിക്കക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം പല ഫ്രീ ബീസുകളും ഈ ഇലക്ഷനിൽ, അതായത് ട്രംപ് എത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്ത ഫ്രീ ബീസുകൾ. സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ പൊതുമേഖലാ രംഗത്ത് സിവിൽ സപ്ലൈസ് സ്റ്റോർ, ഗ്രോസറികൾ വാങ്ങിക്കാനുള്ള സ്റ്റോർ, അതുപോലെ റെന്റിന് ഫ്രീസിംഗ് അദ്ദേഹം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. പബ്ലിക് സേഫ്റ്റി അദ്ദേഹം ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് ചൈൽഡ് കെയർ സെന്റർ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ചൈൽഡ് കെയർ സെന്റർ അവിടെ കൊണ്ടുവരും. അതൊക്കെ സാധാരണ ജനങ്ങൾക്ക് വളരെ ആശ്വാസമായതാണ്. അതുപോലെ തന്നെ താങ്ങാവുന്ന നിരക്കിൽ 2 ലക്ഷം വീടുകളാണ് അദ്ദേഹം നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ മിനിമം വേജസ് അദ്ദേഹം എൻഷുർ ചെയ്യുന്നു. അതുപോലെ തന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ ഡോളർ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് കോർപ്പറേഷന് പ്രത്യേക ടാക്സ് ഉണ്ടാവും, ടാക്സ് ചുമത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തീവ്ര ഇടതുപക്ഷത്തിന്റെ ലൈനിലാണ് അദ്ദേഹം ഈ ഡിമാൻഡുകളെല്ലാം വെച്ചിരിക്കുന്നത്. മംദാനിക്ക് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് അവിടെ കിട്ടാൻ സാധ്യത വന്നത്. ഇതിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ട്രംപിന്റെ പല പോളിസികളും സാധാരണക്കാരന് വിരുദ്ധമാണ്, കുടിയേറ്റക്കാർക്ക് വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പിന്നെ 34 വയസ്സുകാരനായ ഈ റാപ്പ് മ്യൂസീഷ്യൻ, അദ്ദേഹം കമ്പോസറുമാണ്. അദ്ദേഹം ചെറുപ്പക്കാരുടെ മുഴുവൻ മനസ്സ് കവർന്ന വ്യക്തിയാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം മുമ്പ് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് അവിടെ മത്സരിച്ചപ്പോഴും ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം അവിടെ 5 തവണ വിജയിച്ച അരവില്ല സിമോട്ടസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനം കയറിയത്. പിന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ സ്ഥാനം പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകമായ ഒരു സ്ഥാനം ലഭിക്കുന്നതിനുള്ള വാക്ചാതുരി, ഒരു പോരാട്ട വീര്യം ഒക്കെ ഈ 34-ാമത്തെ വയസ്സിൽ, 34 അല്ല അതിനു മുമ്പേ 2020 മുതലാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ് കൗൺസിലിൽ സ്റ്റേറ്റ് അസംബ്ലിയിൽ മെമ്പറായത്. അന്ന് മുതൽ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള കഴിവുകൾ വളരെയധികം കാണിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. ജനങ്ങളെ ഹഠാത് ആകർഷിക്കാനുള്ള, റാപ്പ് മ്യൂസീഷ്യൻ ആയതുകൊണ്ട് മാത്രമല്ല, വാക്ചാതുരി കൊണ്ടും ജനങ്ങളെ ഹഠാത് ആകർഷിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാനൊക്കെയുള്ള കഴിവ് ഭയങ്കരമായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹം ഒരു സംഭാഷണത്തിൽ ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്നും ഈ ദേശീയ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ അന്തർദേശീയ പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുമായിരുന്നു അച്ഛനും അമ്മയും.
മീര നായർ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയ്ക്ക് ഉഗാണ്ടയിലെ മഹ്മൂദ് മമാനിയിൽ ജനിച്ച കുഞ്ഞാണ് അദ്ദേഹം. അദ്ദേഹം 5ാമത്തെ വയസ്സിൽ അദ്ദേഹം കേപ്പ് ടൗണിൽ നിന്ന്, അതായത് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നിന്ന് ഇവിടെ കുടിയേറി വന്നയാളാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന് ഈ രാഷ്ട്രത്തോട് പ്രത്യേക ഒരു മമത ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും വന്നിട്ടുള്ളത്. സാധാരണക്കാരന് വേണ്ടി എപ്പോഴും പല വിട്ടുവീഴ്ചകൾ ചെയ്യാനും നിലകൊള്ളാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഇത് ഒരുപക്ഷെ ട്രംപിന് ഒരു വലിയ ചൂണ്ടുപലകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പുകൾ, അവിടെ മെമ്പർഷിപ്പ് ഇപ്പൊ അദ്ദേഹത്തിന് ഭൂരിപക്ഷത്തിനൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഇനി വരുന്ന ഭാവിയിൽ അദ്ദേഹത്തിന് ട്രംപിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ അടുത്ത തവണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സാധ്യത കുറവാണ് എന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അപ്പൊ ഇത്തരത്തിൽ ട്രംപ് തന്നെ പലതും പ്രവചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വലിയൊരു തിരിച്ചടി ട്രംപിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിന് മറൊരു വശമുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ അമേരിക്കയുടെ പോളിസിയിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ചില മാറ്റങ്ങൾ അവിടെ അതിനുള്ള സാധ്യതകൾ കൂടിയാണോ ഈ തെരഞ്ഞെടുപ്പ് തുറന്നു വെക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ